പിണറായിസം, മാൻഡ്രൈക്ക് ഇങ്ങനെയുള്ള പേരുകൾ കൊണ്ട് പിണറായി വിജയൻ വീണ്ടും സ്കോർ ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ. അതായത് ദുരന്തങ്ങൾ ഒഴിഞ്ഞ ഒരു സമയം കേരളത്തിനില്ലാത്ത ഒരു കാലമാണിത്. ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. കൊല്ലം തേവലക്കരയിൽ മിഥുൻ്റെ മരണം, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുത്തിവെച്ച ഒരു വലിയൊരു കരിനിഴൽ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഇപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് തൃശ്ശൂരിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഹാളിൻ്റെ സീലിംഗ് ആണ് അവിടെ തകർന്നു വീണത്. കോടാലി ഗവൺമെൻറ് UP സ്കൂളിലാണ് സംഭവം. സ്കൂൾ അവധിയായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടാവുന്നത്. ഷീറ്റിനടിയിൽ ജിപ്സം ബോർഡാണ് തകർന്നു വീണത്. ഒന്ന് ആലോചിക്കണം, ഷീറ്റിട്ട് അതിന് താഴെ ജിപ്സം ബോർഡാണ് അവിടെ ഹാളിൽ ഉപയോഗിച്ചിരുന്നത്. ആ ഹാളിലായിരുന്നു സ്കൂളിലെ കുട്ടികൾ അസംബ്ലി കൂടിയിരുന്നത്, ആ ഓഡിറ്റോറിയത്തിൽ. അതിലേറെ രസം എന്ന് പറയുന്നതും ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നതും 2023 ഈ സീലിംഗ് ചെയ്തത് എന്നതാണ്. അപ്പോഴൊന്ന് ആലോചിക്കണം, 2 വർഷം മാത്രമാണ്, 2 വർഷമല്ല 23 മാസം മാത്രമാണ് ആ സീലിംഗ് അവിടെ നിലനിന്നത് എന്ന് നമ്മൾ ഓർക്കണം. വലിയൊരു അപകടം ഒഴിവായി എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴും അതിന് സർക്കാർ ചിലവഴിച്ചത് 54 ലക്ഷം രൂപയാണ്. എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് ഉണ്ടായത് എന്നും ചിന്തിക്കേണ്ടതുണ്ട്. പുലർച്ചെ സീലിംഗ് തകർന്നു വീഴുന്നത് ഒരു ഭാഗം മാത്രമായല്ല, ആ ഹാളിലിട്ട ഫുൾ സീലിംഗ് ആണ് താഴേക്ക് പതിച്ചത്. 10 വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ അശാസ്ത്രീയപരമായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എന്ന് ആരോപിച്ച് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. 2 മാസങ്ങൾക്ക് മുൻപ് മഴ പെയ്ത് സീലിംഗ് കുതിർന്നിരുന്നു. അപ്പോഴും ഇവർ പരാതിയുമായി ചെന്നു. അത് മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സ്കൂൾ അധികാരികൾ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട്. അത് ആരോപണമല്ല, ആക്ഷേപമാണ്. സർക്കാരിൻ്റെ വലിയ ഒരു വീഴ്ച. വാർഡ് മെമ്പറും പഞ്ചായത്ത് അധികൃതരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി പരിശോധിക്കുന്നുണ്ട്. അതിലേറെ പ്രശ്നം എന്നത് ഈ ജിപ്സം ബോർഡ് ഒന്നാകെ ഇടിഞ്ഞ് താഴേക്ക് വീണു. അത് കൈകളിലെടുത്ത് പൊടിച്ച് കളയാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അഴിമതി നമ്മൾ ചിന്തിക്കണം. ഏറ്റവും മോശം സാധനങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ പ്രവർത്തനം നടത്തിയത്. അത് തകർന്നു വീഴേണ്ടിയിരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിലുമായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ടവർ രക്ഷപ്പെട്ടു. എന്നിട്ടും കൈമലർത്തി കാണിക്കുകയാണ് അവിടെയുള്ള അധികൃതർ. അവരുന്നയിക്കുന്ന വാദങ്ങളാണ് ഏറ്റവും തമാശ. മരപ്പട്ടി ഉണ്ടായതുകൊണ്ടാണത്രേ സീലിംഗ് ഇടിഞ്ഞു വീണത്. ഒരു ചെറിയ ബാലൻസ് പ്രശ്നം. അതെ, അവർക്കതൊക്കെ ഇത്ര സിമ്പിളാണ്. കാരണം സർക്കാരും സേവകരും ഇപ്പോൾ വളരെ സിമ്പിളായ വ്യക്തിത്വങ്ങളാണ്. ഇത് സംബന്ധിച്ച് പറയേണ്ട ഒരു വാർത്ത ഇന്ന് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ ഒന്ന് സ്കൂൾ കെട്ടിടം നന്നാക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവിടെ ഇടിഞ്ഞു തകർന്ന് വീഴൽ നടന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വാർത്ത ഇങ്ങനെ: ഉന്നതതല യോഗം ചേർന്നു. ബലഹീന കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണം. സംസ്ഥാനത്തെ സ്കൂളുകളിലും ആശുപത്രികളിലുമടക്കം ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ വകുപ്പിനോട് നിർദ്ദേശിച്ചു. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി ചെയ്യേണ്ടവ എന്നിവ വേർതിരിച്ച് നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കാൻ. പുതിയത് പണിയും വരെ ക്ലാസുകൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണമെന്നും ഇതിനുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിക്കണം. അപകടാവസ്ഥയിലുള്ള പൊതു കെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ഇലക്ട്രിക് കാര്യങ്ങൾ പരിശോധിക്കാൻ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ ഭരണ, പൊതുമരാമത്ത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ എന്നിവരടങ്ങുന്ന പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മന്ത്രിമാരായ K. രാജൻ, KN ബാലഗോപാൽ, PM മുഹമ്മദ് റിയാസ്, V. ശിവൻകുട്ടി, വീണ ജോർജ്, ചീഫ് സെക്രട്ടറി Dr. A. ജയതിലക് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും കലക്ടർമാരും യോഗത്തിൽ പങ്കെടുത്തു. അതായത് മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും ഇന്നലെ തീരുമാനിച്ചതേയുള്ളൂ. അത്ര ഉറപ്പില്ലാത്ത കെട്ടിടങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കേണ്ട താമസം തൃശ്ശൂരത് സംഭവിച്ചു. പക്ഷേ നമ്മുടെ ഭാഗ്യം, ജനങ്ങളുടെ ഭാഗ്യം, ആളപായമൊന്നുമില്ല. കുരുന്നുകളെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ ഇത്തരത്തിൽ നിർമ്മിച്ചിടുന്ന കെട്ടിടങ്ങൾക്ക് താഴെ ഇരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥ
അവരെ ആ വിദ്യാലയങ്ങളിലേക്ക് എന്ത് സുരക്ഷ ഉറപ്പാക്കിയാണ് രക്ഷിതാക്കൾ അയക്കേണ്ടത് എന്നും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും പറയേണ്ടത് അടുത്തിരിക്കുന്നു. ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനുള്ള ഉത്തരം നിങ്ങൾ തരേണ്ടതാണ്. ഉള്ള വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം അതിൽ നിങ്ങൾ പണിതത്, നിങ്ങളുടെ മന്ത്രിസഭ അധികാരത്തിൽ വന്നത് മുതലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയത് മര്യാദയ്ക്ക് പണിയുകയായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ ഇതുപോലെ സീലിങ്ങും ബോർഡും എല്ലാം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യം മാറും. ഇത് ഒരു താക്കീതാണ്. ഇങ്ങനെ പോയാൽ വിദ്യാലയങ്ങളിൽ പല അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഉള്ള താക്കീത്.